നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റും ബുക്ക് ചെയ്ത് ബാഗും പാക്ക് ചെയ്തിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി UAE വ്യോമാതിർത്തിയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ട് ആശ്വാസകരമായ ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രമുഖ വിമാന കമ്പനികളെല്ലാം തങ്ങളുടെ സർവീസുകൾ പുനഃക്രമീകരിക്കുകയും പുതിയ യാത്രാ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയപടിയാകുന്ന വിമാന ഷെഡ്യൂളുകൾക്കിടയിലും യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട ചില നിർണായക മാറ്റങ്ങളുണ്ട്. നിങ്ങളുടെ യാത്ര മുടങ്ങാതിരിക്കാനും അധിക സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഗൾഫ് മേഖലയിലെ സാഹചര്യങ്ങൾ കാരണം UAE വ്യോമാതിർത്തിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും തുടർന്ന് വിമാന സർവീസുകളിൽ വന്ന മാറ്റങ്ങളും ഒക്കെ പലരെയും ആശങ്കയിലാഴ്ത്തിയതാണ്. എന്നാൽ ഇപ്പോൾ UAE വ്യോമാതിർത്തി ഭാഗികമായി തുറന്ന് ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു. വീണ്ടും വിമാന സർവീസുകൾ പഴയപടിയാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായി എമിറേറ്റ്സ്, എയർ ഇന്ത്യ, ഫ്ലൈ ദുബായ് തുടങ്ങിയ പ്രമുഖ എയർലൈനുകളെല്ലാം പുതിയ യാത്രാ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. എമിറേറ്റ്സ് എയർലൈനിന്റെ കാര്യം പറഞ്ഞാൽ ഇതുവരെ കുറഞ്ഞ വിമാന സർവീസുകൾ മാത്രമാണ് നടത്തുന്നത്. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് മാത്രമേ കൂടുതൽ വിമാന സർവീസുകൾ നടത്തുകയുള്ളൂ എന്നാണ് എമിറേറ്റ്സ് പറയുന്നത്. നിങ്ങൾ എമിറേറ്റ്സിൽ യാത്ര ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ പ്രധാനമായും ചില കാര്യങ്ങൾ അറിയണം. അതിൽ ആദ്യത്തേത്, എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ഓൺലൈനായി പരിശോധിക്കണം എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടിയാണ്. രണ്ടാമത്തേത്, ഫെബ്രുവരി 28-നും ഏപ്രിൽ 30-നും ഇടയിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്തവർക്ക് ജൂൺ 15 വരെ യാതൊരു അധിക ചാർജും ഇല്ലാതെ റീബുക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഏപ്രിൽ 2 മുതൽ ടിക്കറ്റ് എടുത്തവർക്ക് ഫ്രീ ഡേറ്റ് ചേഞ്ച് സൗകര്യവും നൽകുന്നുണ്ട്. എന്നാൽ ദുബായിലെ സിറ്റി ചെക്ക് ഇൻ സെന്ററുകൾ ഇപ്പോഴും താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എയർ ഇന്ത്യ ഏപ്രിൽ 4 ശനിയാഴ്ച പശ്ചിമേഷ്യയിലേക്ക് ഏകദേശം 42 സർവീസുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദുബായ്, അബുദാബി, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക സർവീസുകൾ ഉണ്ടാകും. ഡൽഹി, കൊച്ചി, കോഴിക്കോട് സെക്ടറുകളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നതായിട്ടും റിപ്പോർട്ടുണ്ട്. ടിക്കറ്റ് റദ്ദാക്കപ്പെട്ടവർക്ക് വെബ്സൈറ്റ് വഴി ഫുൾ റീഫണ്ട് നേടാൻ സാധിക്കും. നിങ്ങളുടെ കോൺടാക്ട് വിവരങ്ങൾ എയർലൈൻ സൈറ്റിൽ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ്. എങ്കിൽ മാത്രമേ പുതിയ മാറ്റങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കൂ. പുതിയ മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടായാൽ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ ഒക്കെ അവരെ നേരിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. അതേസമയം ഫ്ലൈ ദുബായ് യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിമാനങ്ങളുടെ റൂട്ട് മാറ്റിയത് കാരണം യാത്രാ സമയം വർദ്ധിക്കാനുള്ള സാധ്യതയാണ്. അതുപോലെ ട്രാൻസിറ്റ് യാത്രക്കാർക്ക് കണക്ഷൻ ഫ്ലൈറ്റുകൾക്കായി കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വന്നേക്കാം. അബുദാബിയിൽ നിന്നുള്ള ഇത്തിഹാദ് എയർവൈസ് അവരുടെ ഓൺലൈൻ പോർട്ടൽ വഴി ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഷാർജയിൽ നിന്ന് എയർ അറേബ്യ പരിമിത സർവീസുകളാണ് നടത്തുന്നത്. കൂടാതെ വിമാനം റദ്ദാക്കിയവർക്ക് വൗച്ചറോ റീബുക്കിംഗ് ഓപ്ഷനോ ഒക്കെ നൽകുന്നതായിട്ടും പറയുന്നുണ്ട്. അതുപോലെ അന്താരാഷ്ട്ര എയർലൈനുകൾ പലതും ഗൾഫ് റൂട്ടുകൾ ഒഴിവാക്കി മറ്റ് വഴികളിലൂടെയാണ് ഇപ്പോഴും സർവീസ് നടത്തുന്നത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ യാത്രയും വലിയൊരു കാത്തിരിപ്പിന്റെ ഫലമാണ്. സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ട് ആ യാത്രകൾക്ക് മുടക്കം സംഭവിക്കുന്നത് വലിയ മാനസിക വിഷമത്തിന് വഴിവെക്കും. എന്നാൽ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന എന്നതുകൊണ്ട് തന്നെ എയർലൈനുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. ടിക്കറ്റ് തുക തിരികെ ലഭിക്കാനോ യാത്ര മാറ്റിവെക്കാനോ ഉള്ള സൗകര്യങ്ങൾ മിക്ക കമ്പനികളും നൽകുന്നുണ്ട്. അനാവശ്യമായ പരിഭ്രാന്തി ഒഴിവാക്കി ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം വിശ്വസിക്കുക. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കാൻ മറക്കരുത്. വിമാനത്താവളങ്ങളിലെ തിരക്ക് ഒഴിവാക്കുന്നതിനായി ഡിജിറ്റൽ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ദീർഘദൂര യാത്ര പ്ലാൻ ചെയ്യുന്നവർ എയർലൈനുകളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ സമയ വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ്. എല്ലാവർക്കും സുരക്ഷിതരായി യാത്ര ചെയ്യാൻ സാധിക്കട്ടെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോക്കൂ, പശ്ചിമേഷ്യയിലെ സാഹചര്യം മാറി മറിഞ്ഞിരിക്കുകയാണ്. എല്ലാം പഴയപടിയാകാൻ ഇനിയും മാസങ്ങൾ എടുക്കുമെന്നാണ് നിലവിലെ വിവരം. അപ്പോൾ എയർലൈനുകൾ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഏക പോംവഴി. യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എയർലൈനിന്റെയൊക്കെ വെബ്സൈറ്റ് കൃത്യമായി പരിശോധിക്കുകയും വന്നിട്ടുള്ള മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യുകയൊക്കെ വേണം. എല്ലാ പ്രവാസികൾക്കും സുരക്ഷിതരായും സന്തോഷത്തോടു കൂടിയും യാത്ര ചെയ്യാൻ സാധിക്കട്ടെ. സുരക്ഷിതരായിരിക്കുക.